യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. പ്രധാനമായും പാസ്പോർട്ട് സംബന്ധമായ കാര്യങ്ങൾക്ക് നമ്മൾ സമീപിക്കുന്ന ഖത്തറിലെ ICBF-ലേക്ക് കാൽനട യാത്രക്കാർക്കല്ല, കാൽനട യാത്രക്കാർക്ക് 2 റിയാലിന് മെട്രോ വഴി എങ്ങനെ പോകാം എന്നതാണ് ഈ വീഡിയോയിൽ. ആർക്കെങ്കിലും പ്രയോജനപ്പെട്ടേക്കാം, ഷെയർ ചെയ്യണം കേട്ടോ. മെട്രോ റെഡ് ലൈനിൽ വക്രയിലേക്കോ ഹമദ് എയർപോർട്ടിലേക്കോ ഉള്ള ഏത് ട്രെയിനിലും കയറാം. ഉഖബ ബിൻ നാഫി സ്റ്റേഷനിൽ ഇറങ്ങുക. 2ാം നമ്പർ എക്സിറ്റ് വഴി പുറത്തേക്ക് ബസ് നമ്പർ 124-ൽ കയറുക. സംശയമുള്ളവർ സ്റ്റേഷനിൽ നിന്ന് തന്നെ 124 ബസ് ഏത് ഭാഗത്താണ് എന്ന് ചോദിക്കുക. ബസ് പുറപ്പെട്ട് ഏതാണ്ട് 5 മിനിറ്റിന് ശേഷം എത്തുന്ന ഇന്ത്യയുമായി ബന്ധമുള്ള ഒരു സ്ട്രീറ്റിൽ, മുഹമ്മദ് ഇഖ്ബാൽ സ്ട്രീറ്റ് 1-ൽ സ്റ്റോപ്പ് നമ്പർ M45080-ൽ ഇറങ്ങുക. ഉദ്ദേശിച്ച സ്റ്റോപ്പിൽ തന്നെ എത്താൻ ബസിന്റെ സ്റ്റോപ്പുകളുടെ സ്ക്രീനിൽ നോക്കുകയോ ഡ്രൈവറോട് മുൻകൂട്ടി പറയുകയോ ചെയ്യാം. ബസ് ഇറങ്ങി ബസ് പോയ ഭാഗത്തേക്ക് നേരെ നടന്നാൽ കാണുന്ന ഒരു ചെറിയ പാർക്ക്, അത് കഴിഞ്ഞുള്ള റോഡ്. വളരെ ശ്രദ്ധയോടെ റോഡ് മുറിച്ചു കടന്ന് തൈസീർ സർവീസ് സെന്ററിന് മുന്നിലെത്തുക. ഇനി പറയുന്ന വഴി ശ്രദ്ധിച്ച് കേൾക്കുക. തൈസീർ സർവീസ് സെന്ററിന്റെ പിറകുവശത്ത് അഥവാ കാർ വാഷ് ഏരിയയുടെ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തൈസീർ സർവീസ് സെന്ററിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനെ ഒരു വഴി കാണാം. ആ വഴിയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഇടതുവശത്തേക്ക് അല്പം മുന്നോട്ട് നടന്നാൽ ഇടതു ഭാഗത്ത് തന്നെയായി ICBF-ന്റെ ബോർഡ് നിങ്ങൾക്ക് കാണാം. തിരിച്ചു പോരുമ്പോൾ ശ്രദ്ധിച്ച് റോഡ് ക്രോസ് ചെയ്ത് പാർക്ക് കഴിഞ്ഞ് നേരെ അല്പം ഒന്ന് നടന്നാൽ ഫസ്റ്റ് ലെഫ്റ്റിൽ ഒരു മെട്രോ ബസ് സ്റ്റോപ്പ് ഉണ്ട്. M45088 എന്നതാണ് സ്റ്റോപ്പ് നമ്പർ. ആ സ്റ്റോപ്പിലേക്ക് 124 ബസ് എത്തിച്ചേരുന്നതാണ്. അവിടെ കാത്തു നിൽക്കുമ്പോൾ എതിർഭാഗത്തുകൂടി 124 ബസ് പോകുന്നതായി കാണാം. ഓടിച്ചെന്ന് കയറാൻ ശ്രമിക്കേണ്ടതില്ല, ബസ് സ്റ്റോപ്പിലേക്ക് തന്നെ വരും. കൂടെ ഒരു കാര്യം പറയട്ടെ, ICBF-ലേക്ക് വരുന്ന സമയം മുഹമ്മദ് ഇഖ്ബാൽ സ്ട്രീറ്റ് 1-ൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഈ സ്റ്റോപ്പിൽ ഇറങ്ങിയാലും മതിയാകും. കുറച്ച് സമയം കറങ്ങണം എന്ന് മാത്രം. അപ്പോൾ ICBF-ലേക്ക് വരുമ്പോൾ ഇറങ്ങുന്നതും തിരിച്ചു കയറുന്നതും ഒരേ സ്റ്റോപ്പിൽ നിന്നാകും. ICBF-ലെ സേവനങ്ങളുടെ വില വിവര പട്ടികയും അതിന്റെ സമയക്രമവും ഇതിൽ ചേർക്കുന്നു. ഞാൻ പറഞ്ഞത് വഴി എത്തിച്ചേർന്നവർ എത്തിയോ ഇല്ലയോ എന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.